എന്നേറ്റോ ആവോ? ആ അവിടെയാണോ ഇത് പരിപാടി? ഞായറാഴ്ച ആയിട്ട് അവിടെ ഇരിക്കാതെ പള്ളി പോക്ലീറ്റോ. എടേ പ്രാർത്ഥിക്കാൻ പള്ളിയിൽ തന്നെ പോകണമെന്ന് ഇവിടെ ആരും പറഞ്ഞിട്ടില്ല കേട്ടോ. ഈശ്വരൻ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മൾ ഒരു പള്ളിയിലും പോകണ്ട. ആര് പറഞ്ഞു? പണ്ടുള്ള ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ. അതെയോ? പണ്ടുള്ള ഏതാളാ പറഞ്ഞത്? ഒരാളുടെ പേര് പറ. പണ്ടുള്ള ആരെയൊക്കെ നിനക്കറിയാം? സ്വന്തമായിട്ട് ഓരോ കാര്യം അങ്ങ് പറയുക ന്യായീകരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അത് ആരുടെങ്കിലൊക്കെ പണ്ടുള്ള ആൾക്കാരുടെ തലയിൽ അങ്ങോട്ട് കെട്ടിവെക്കുക. ഇതാണ് ക്ലീറ്റോന്റെ സ്ഥിരം പരിപാടി. ചില കാര്യങ്ങളൊക്കെ പണ്ടുള്ള ആൾക്കാർ പറഞ്ഞത് അത് അച്ചട്ടാണ് നമ്മുടെ പ്രവൃത്തിയിൽ. ഇടീ ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പം എൻ്റെ പ്രാർത്ഥന, ഞാൻ എങ്ങും പോകണില്ലല്ലോ, പക്ഷേ എൻ്റെ പ്രാർത്ഥന എപ്പോഴും ഉള്ളിലുള്ളത് കൊണ്ടാണ് നമുക്കിവിടെ ഒരു അല്ലലും ഇല്ലാത്തത്. നിനക്ക് തയ്യലിന് വല്ല കുറവുണ്ടോ? അയ്യോ, എങ്ങനെയാന്ന്? തല കുത്തന. ഭയങ്കര പ്രാർത്ഥനക്കാരൻ. ആരെങ്കിലും നന്നാവാൻ നിങ്ങൾ പ്രാർത്ഥിക്കുവോ? നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടായാലല്ലേ പാർട്ടിക്ക് ഒരു ഉണർവുണ്ടാവുള്ളൂ. അത് പള്ളിയും പള്ളിക്കൂടം വേറെയാണ്. പാർട്ടിക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ട്, അത് വേറെ സെക്ഷൻ. കുടുംബത്തിന് വേണ്ടി വേറെ സെക്ഷൻ. എന്താണ് പിടിച്ച് കടിച്ച് അവിടെ ഒന്ന് മെനയാക്കാൻ കടിക്കണോടി നിന്നെ. നിങ്ങൾക്ക് എന്താ എടുത്ത ദേഷ്യം? തക്കളി എവിടെ? തക്കളി അപ്പുറത്തോട്ട് പോയിട്ടുണ്ട്. അവിടെ പോയ എന്തായാലും രാവിലെ അവളെ അങ്ങോട്ട് പോയത്? നീ അവളെ ഇങ്ങോട്ട് വിളിക്കും. അവളെ ഇങ്ങോട്ട് വിളിക്കണേ, അവളെ അവിടെ പോയിരിക്കട്ടെ. എടീ ഇന്നലെ അവളെ എന്തോ ഒരു പുതിയ മറ്റേ സൂത്രക്കളിയായിട്ട് എൻ്റെ അടുത്ത് വന്നു. ഞാൻ ഇന്നലെ വരട്ടെ വിട്ടു, പഠിക്കുന്ന സമയത്ത് പഠിച്ചാൽ നമുക്ക് നാളെ കളിക്കാമെന്ന് പറഞ്ഞു. രാവിലെ എഴുതിയപ്പോൾ പിന്നെ അവളെ കാണാത്തോണ്ട് പ്രശ്നം. അവളെ നീ വിളിക്കും. ഞാൻ അവൾ അവൻ്റെ കൂടെ ഇരുന്ന് എന്താണ്ടൊക്കെ ചെയ്യാം. അപ്പം അങ്ങ് പോയുള്ളൂ. എൻ്റെ മോളല്ലേ അവള്, ഒന്ന് ഇങ്ങോട്ട് വിളി. അയ്യോ അയ്യോ എന്തൊരു, നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങോട്ട് പോകാൻ പാടില്ലേ? അവൾ ഇങ്ങോട്ട് വിളിച്ചു തന്നാലേ കാര്യം. അങ്ങോട്ട് പോകാൻ പാടില്ല, വെറുതെ എന്തിനാണ്? നല്ലൊരു ഞായറാഴ്ച ആയിട്ട് അങ്ങോട്ട് പോവാറില്ലേ? അങ്ങോട്ട് പോണതിന് കുഴപ്പമില്ല. നിന്റെ ആങ്ങളുടെ വായിലെ നാക്കൊന്നും മര്യാദയ്ക്ക് വെച്ചോണ്ടിരിക്കാൻ പറയണം. ചുമ്മാ എന്നെ ചൊറിയാൻ പറ്റില്ലെന്ന് പറയണം. അവിടെ ഇരുന്നോ, വേണമെങ്കിൽ പോയി കൊച്ചിനെ വിളിക്ക്. വേണ്ട എന്ന് വെറുതെ. എന്നാ ഇങ്ങോട്ട് പോ, അതെ ഇതൊന്നും മെനയാക്കിത്താ. അയ്യോ വേണ്ട, ഞാൻ ഇവിടെ ഉണ്ടാതിരുന്നോളാം, ആർക്കും ശല്യം ചെയ്യണില്ല. കേട്ട് മൂന്നല്ലേ? ഇനി മക്കൾ ഇനി എന്നെ നോക്ക്, മാമനെ നോക്കി ഇരുന്നിട്ട് വലിക്കണം. വലിച്ചേ ഇങ്ങോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യ്. കേട്ടടി. ഓ കൊച്ചിനെയും പഴിക്കളഞ്ഞല്ല മാമൻ, അതെല്ലാം പറഞ്ഞു കൊടുത്തു മക്കളെ. പോട്ടെ, അന്ന് ചമ്മ ഇരിക്കണ്ട. അവളെ 10 രൂപ എന്ന് പറഞ്ഞു. അമ്മ കേട്ടാണല്ലേ? 10 രൂപ നമ്മളെ സമ്മതിച്ചാണ്. 2 രൂപ എനിക്ക്. 2 ഇന്നലെ ഒടിച്ചെന്റെ, ഇപ്പൊ ഒടിച്ച 2 കൊടുത്തേ പറ്റൂ. അപ്പൊ അടുത്ത കളി കളിക്കാം നമുക്ക്. കൊറേ നേരം നമുക്ക് ശുഭകരം കളിക്കാം. വേണ്ട, ശുഭകരം വേണ്ട. എപ്പോഴും ശുഭകരം കളിക്കുന്നത് ശരിയാ. നിന്റെ ബുദ്ധി വികസിക്കുന്ന സാധനം പറഞ്ഞത്. ബുദ്ധി വികസിക്കുന്ന ഒരു കൈ നമ്മൾ അകത്തോട്ട് എടുക്കും. എടുത്തോ, എല്ലാവരും അകത്തോട്ട് എടുക്കും. ഇത് പുറത്തോട്ടില്ല, പുറത്തോട്ട് അല്ലമ്മ, അകത്തോട്ട് എന്നെ അകത്തോട്ട് ഇങ്ങനെ വലിച്ചെടുക്കടാ. അകത്തോട്ട് ഒരു കൈ അകത്തോട്ട്, പുറത്തോട്ട് പോട്ടെ. ഇനി ഒരു കൈ പുറത്തോട്ട്. അതായത് അകത്തോട്ടും പുറത്തോട്ടും. ശരിയായോ? ഇത് 2 വെളിയിലോട്ട് പോയില്ലേ? 2 വെളിയിലോട്ട്. ശരിയാ. ഒരെണ്ണം അകത്തോട്ട്. നമ്മളെ ഇന്നലെ പറഞ്ഞ മറ്റേ കളി കളിച്ചാലോ? ഏത് കണക്കിലെ ബുദ്ധി വികസിക്കുന്ന എന്തോ കളിയാണ്. കണക്കിലെ പറഞ്ഞോ, നമ്മളുടെ കളിയാ. പൂജ്യം വെട്ടിക്കളിയാ. ഇത് ലോക തോൽവിനെ കളിയാ നീ. ഇടേ പൂജ്യം വെട്ടിട്ട് അതാണ് കണക്കിലെ കളികൾ. അതിൽ അവസാനം എത്ര കോളം ഉണ്ടെന്ന് എണ്ണിയൊക്കെ എടുക്കണം. അതിൽ ഏത് കോളം എങ്ങനെ അടയ്ക്കാൻ തുറക്കാം കളിക്കുന്ന കളിയല്ലേ എന്റെ പൊന്നളിയാ. ഇത് പറ്റുമോ? ഇത് ബുദ്ധി വികസിക്കുന്ന പരിപാടിയാ. നോക്ക്, ഒരു കൈ ഇങ്ങനെ അകത്തോട്ട് എടുക്കണം, ഒരു കൈ പുറത്തോട്ട് എടുക്കണം. ഭയങ്കര സംഭവം. കാണിക്ക്, പിന്നെ കാണിക്ക്, നല്ല കളി. കാണിക്കണം.
ചേട്ടനെ കാണിക്ക്. കാണിക്കാൻ തോന്നുന്നു. കാണിക്ക്. ആ, അകത്തോട്ട്. ആ, അതും അകത്തോട്ട്. ഇതെല്ലാം അകത്തോട്ട് തന്നെ, അവനെ പോലെ തന്നെ. അല്ലയാ, ഒരു പാലോട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും വേണം. അകത്തോട്ട് ഒരെണ്ണമെങ്കിൽ ഒരെണ്ണം പുറത്തോട്ട് കൊടുക്കണം. ഒരെണ്ണം അകത്തോട്ട്, ഒരെണ്ണം പുറത്തോട്ട്. ഇത് ഭയങ്കര കളി തന്നെ കൊച്ചു പിള്ളേർ. നീ പിള്ളേരുടെ അടുത്ത് കളിക്കാൻ കൊള്ളാം. ഞങ്ങളെ നമുക്കത് കളിക്കാം. വേണ്ട ഡാഡി, ഇത് വേറെ എന്തെങ്കിലും ഉണ്ടോ കളിക്കാൻ? ഒരു ശരീരം അനങ്ങുന്ന ഒരു കളി ഞാൻ പറഞ്ഞു തരട്ടാ. നീ എഴുന്നേറ്റാണ് അറിയാലോ. ശരീരം കളിയാ. ശരീരം അളിയില്ല, അളി പൊയ്ക്കോ. നീ എവിടെ ഡാഡി എന്നല്ലേ? കാണട്ടെ പ്രേക്ഷകർ. കടൽ, ആ ഇത് കര. അപ്പൊ ഞാൻ പറയുമ്പോ ചാടിക്കണം. നമ്മൾ കൊണ്ടുവരും. വേണ്ട, അവള് മതി. അവള് മതിയാ? ഓരോരുത്തരെ കടല് കര. ആയിക്കോട്ടെ. അത് കുഴപ്പമില്ല. കടൽ, കര, കടൽ, കര, അളിയാ ഓൾറെഡി കടലാ. കര, കടൽ, കര, കര, കര. തെറ്റി, തെറ്റി. വാങ്ങാൻ കളിച്ചില്ല. എന്തെന്ന് അമ്മ എനിക്ക് മനസ്സിലായില്ല അമ്മ. കടൽ, കടൽ, കര, കര, ഇതാണ് മുള്ളു. കടൽ, കര, കടൽ, 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 കര, കരൽ, കര, കര. കര. കര പറയുമ്പോ ചാടരുത്. പോയത് അതിനെ കറിഞ്ഞൂടാ. കടൽ, കര, കടൽ, കര, കര പറയുമ്പോ ചാടരുതല്ലോ. ഇവിടെ വന്നിട്ട് കര 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 പറഞ്ഞിരിക്കുക. ആ പെണ്ണ അവിടെ അകത്തൊറ്റയ്ക്കല്ലേ ഉള്ളൂ, എന്തെങ്കിലും പോയി സഹായിച്ചൂടെ? അതിന് വലിയ ജോലിയൊന്നുമില്ല. ആ ജോലി അവർക്ക് ഒറ്റയ്ക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. എനിക്ക് വല്ലപ്പോഴും ഒരു സന്തോഷമൊക്കെ ഉണ്ട്. കടൽ, കര, കടൽ, കര ചാടിയാണ് നീ. എങ്ങനെ എവിടെ എങ്ങനെ? ഇത് മുള്ളു, കണ്ടു. ആ, ഇത് വര, അത് കടല്, ഇത് കര. ഇത് കര, അത് കടൽ. കര എന്ന് പറയുമ്പോ ഇങ്ങോട്ട് ചാടണം. കടൽ അങ്ങോട്ട്. കടൽ, കടാലല്ല കടൽ. അങ്ങോട്ട് ചാടണം. അതങ്ങനല്ല അമ്മ. അമ്മ ഇങ്ങനല്ലേ അമ്മ? ഇവിടെ കര അല്ലേ, ഇത് കടൽ. റെഡി. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ട്, അവസാനം അമ്മാവൻ കുളത്തിൽ വീണ് കാലൊടിഞ്ഞ് ഇവിടെ ഇരുന്നല്ല ഇവിടെ കരയായിരുന്നു. ഇതൊക്കെ ഞങ്ങൾ ചെറുപ്പത്തിൽ എത്ര കളിച്ചിട്ടുള്ള അറിയാതൊക്കെ. അപ്പൊ ഇത് കര, ഇത് കര, ഇത് കടൽ. അങ്ങനെയാണ് കര, കടൽ. ഇപ്പൊ ഞാൻ ഇപ്പം മുള്ളിൽ നിൽക്കണം. ആ മുള്ളി നിൽക്കണം. ആ പറഞ്ഞു. ഞാനും ഉണ്ട്. മുകളിലല്ല. ഇപ്പൊ ഞാൻ നിൽക്കുന്നത് കടലിലാണ്. അല്ല, കരയില്. ഇപ്പൊ കരയില. പറഞ്ഞോ. റെഡി. കടൽ, കര, കടൽ, കര, കര, കര. ഏതെങ്കിലും ഒന്ന് പറയും. അങ്ങനെ പറയാൻ പറ്റത്തില്ല. ഇങ്ങനെയാണ് കളി. കളിക്ക്, കളിക്ക്. തോറ്റ്, തോറ്റ്. സംഭവമൊക്കെ ശരിയായിരുന്നു. ഇത് ആളുകൾ കണ്ടാൽ പറയും മുതുകൂത്താട്ടെന്ന് പറയും. ആ, നീ എന്ത് കളിക്ക്, കളിക്ക്. ഒരു പ്രാവശ്യം കളിച്ചു പെട്ടിയെടുത്ത പൊക്കളെ അമ്മ. അത് ജോലിയൊക്കെ തീർക്കണം. ഇവിടെ ഒരു കുട്ടിയുണ്ട്, അതിനെ കൂടെ വിളി. അമ്മ, തങ്കം, ഓടി വാടി, ഓടി വാടി. തങ്കം, നീ കളിക്കാൻ പോവാണ്. വാ, വാ. നീ വാ. അവക്ക് അവിടെ ജോലി 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 കഴിഞ്ഞിട്ട് അവക്കൊന്നും എന്താ പിന്നെ ഒരു സന്തോഷിക്കാൻ ഉപ്പാവ് സമയമില്ല. ഉണ്ടാക്കണ ഭയങ്കര ജോലിയാണ്. ബാക്കിയൊക്കെ നീ 3 നേരത്തേക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മക്കളെ ഇങ്ങോട്ട് വാ. അമ്മ. നീ വാ നീ. നീ പോകണേ. പിള്ളേരെ ഒന്ന് സന്തോഷിക്കാം. മക്കള് വാ. വാ. നമ്മ കടലിൽ പോ, ബീച്ചിൽ പോ, ബീച്ചിൽ പോ. വാ, വാ. കടലിൽ പോകുന്നുണ്ട്. പോ. നീ ഇങ്ങ് കയറ്. എനിക്ക് പേടി, ഞാൻ കയറൂല. കേറ്, ഞാൻ ഇവിടെ തള്ളി വിട്ടേരാ. കേറി. ആ, പോട്ടെ. ആ, പോട്ടെ. ആ, കേറ് വാ. ആ, പോ. പറഞ്ഞു ആ, മൂന്ന് നിങ്ങളാണ് ജമന്തി തങ്കം. വാ, വാ. വാ, വാ, വാ. പറഞ്ഞോട് കാര്യം പറഞ്ഞു. ഇത് വരെയാണ്. അതിനപ്പുറം എന്താ ചെയ്യാൻ പോണെന്ന് പറയാ. കടൽ. കടൽ. ഇത് കര. ഇത് കടൽ എന്ന് പറയുമ്പോ ഇങ്ങോട്ട് ചാടണം. അമ്മ കര, കടൽ എന്ന് പറയും. 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ കളിച്ച കളി വേറെ വല്ല കളി. ഞാനൊന്ന് കാണട്ടെ. പ്രാവശ്യം നോക്കട്ടെ. റെഡി. 1 2 3 4 കടൽ പറയുമ്പോ കടൽ കര കടൽ കര കടൽ ചാടണേ കടൽ കര 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 അല്ല വേറെ കാര്യമുണ്ട്. ഇത് ഇങ്ങനെ ഇതേ കളിച്ചാൽ അങ്ങനെയാണ്. ഇവന് ജമന്തി തങ്കം. ഞാനും അമ്മ. അതെ, 3ാം ക്ലാസ് മുതൽ കളിച്ചാൽ ഞാനും അമ്മയും കൂടെ കളിക്കാം. ഞാനും അമ്മയും ടീം. അമ്മ, അമ്മ. ആ, ഞാൻ പറയാം. ആ. കടൽ, കടൽ കര, കര കര. അമ്മ കടലിൽ വീണു. അമ്മ കടലിൽ വീണു. ഇത് സംഭവിച്ചാല് എനിക്ക് സന്തോഷമായി. അമ്മ എനിക്ക് സന്തോഷമായി. അങ്ങനെ ആദ്യമായിട്ട് എന്റെ അളിയന്റെ ശരീരം ചെറുതായിട്ട് നനയും. അതെ, ഇപ്പോഴാണ് ഈ വിധ കളിയൊക്കെ ഫോണിലെ കളിക്കല്. ആ. ഇരുന്നിട്ട് ഓരോരോ കളി. പണ്ടത്തെ കളി എന്നൊക്കെ പറഞ്ഞ വേർത്ത് ശരീരമൊക്കെ ഇളകി പാടവും തോടും നാടും ഗ്രാമം ഒക്കെ ഓടിച്ചാടി നടന്ന കളികളാണ്. അതെ അതെ അതെ. നമ്മള് പണ്ട് സ്കൂളിൽ പഠിക്കും 70s കളിച്ചാണ് ഓർമ്മ. ആ, അത് കണ്ടിട്ടുള്ള സാധനമാണ്.
ഈ കല്ലടിക്കി അടിക്കി വെച്ചിട്ട് കളിക്കണ പന്തിട്ട് എറിഞ്ഞിട്ട് എടാ, അത് ചട്ടിപ്പന്ത് കളി. ആ, ഞങ്ങളൊക്കെ നാട്ടിലെ ചെറുപ്പത്തിൽ അതിന് ചട്ടിപ്പന്ത് കളി എന്ന് പറയാം. ഞാൻ പറഞ്ഞുതരാം. 7 ചട്ടി കഷ്ണങ്ങൾ ഇങ്ങനെ അടുക്കി വെച്ച് പന്ത് കൊണ്ട് ഇങ്ങനെ എറിഞ്ഞു കളിക്കുന്ന കളിയല്ലേ? അല്ല ഞാൻ ചോദിച്ചേട്ടാ, അമ്മാവന്റെ നാടെന്ന് പറഞ്ഞാൽ അങ്ങ് ഇവാണ്ടയിലൊന്നും അല്ലല്ലോ, നിങ്ങൾ കേരളത്തിലുള്ള കളിയാണ്. ഇപ്പോഴല്ലടാ നിങ്ങൾ ഈ 70 എന്നൊക്കെ പറയാൻ തുടങ്ങിയത്. അന്നൊക്കെ ഞങ്ങൾ 7 പറയാം. ക്ഷമിക്ക്. Alien versus Alien.